الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും പൂർണ്ണമായി അള്ളാഹുവിനെ ഭയക്കുന്ന, അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്ന വലിയ അത്ഭുതങ്ങളിൽ ഒരത്ഭുതമാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഇസ്റാഉം മിഅ്റാജും വലിയ അത്ഭുതങ്ങളാണ്. ഇസ്റാ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി കൊണ്ട് അള്ളാഹു കൊണ്ടുപോയ ഒരു യാത്രക്കാണ് അൽ ഇസ്റാ എന്ന് പറയുക. മിഅ്റാജ് എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും ഏഴാം ആകാശം വരെ കൊണ്ടുപോയ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുക. ഇത് രണ്ടും രണ്ടാണ്. പക്ഷെ അത് നമ്മൾ ഇന്ന് ഇസ്രായിനെ പറ്റി മാത്രമാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഇസ്രായിലേക്ക് സൂചിപ്പിക്കുന്ന രംഗങ്ങൾ പോലും മനോഹരമാണ്. കാരണം ഇസ്രായിനെ പറ്റി ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തുൽ ഇസ്റാ. സൂറത്തുൽ ഇസ്റാ നമ്മൾ ഇന്ന് ഓതിയ സൂറത്തുൽ കഹ്ഫിന് തൊട്ട് മുമ്പുള്ള സൂറത്താണ് സൂറത്തുൽ ഇസ്റാ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, തൻ്റെ ദാസനെയും കൊണ്ട് രാത്രിയിൽ യാത്ര നടത്തിയ, വിശുദ്ധ ഖുർആൻ പറയാണ്, രാപ്രയാണം നടത്തിയ ആ റബ്ബ് സുബ്ഹാൻ, എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഇസ്റാ ആരംഭിക്കുന്നത്. പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അതിന് തൊട്ടു മുമ്പുള്ള സൂറത്താണ് സൂറത്തുൻ നഹ്ൽ. ആ സൂറയും സൂറത്തും ഇസ്റാവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാരണം ആ സൂറത്ത് അവസാനിക്കുന്ന വചനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കാം. വിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ പോലും അത്ഭുതമാണ്. ആ സൂറത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാ, പ്രവാചകരെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കുക, വലാ തഹ്സൻ അലൈഹിം വലാ തകുൻ ഫീ ളൈഖിൻ മിമ്മാ യംകുറൂൻ. വിശുദ്ധ ഖുർആൻ പറയാണ്, അവര് ഒരുപാട് പ്രയാസങ്ങൾ താങ്കളോട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിലൊന്നും താങ്കൾ ബുദ്ധിമുട്ടരുത്, താങ്കളുടെ മനസ്സ് വിഷമിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറയുമ്പോൾ പ്രവാചകന്റെ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. കാരണം ഖദീജ മരണപ്പെട്ടിട്ടുണ്ട്. കേവലം ഭാര്യയായിരുന്നില്ല ഖദീജ, ഉമ്മയില്ലാത്ത പ്രവാചകന് ഉമ്മയുടെ വാത്സല്യം കൂടി കൊടുത്തിരുന്ന ഖദീജ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബാപ്പയുടെ സ്ഥാനത്തിരുന്ന അബൂ ത്വാലിബും കൂടെ നഷ്ടപ്പെട്ടു. അല്ലെ, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് UAE-യിൽ ഒരുപാട് മക്കളെ നഷ്ടപ്പെട്ട ഒരു വാർത്ത വാഹനാപകടത്തിൽ നമ്മൾ വായിച്ചത്. ഒരിക്കലും അള്ളാഹു അവരെ പ്രിയം വെക്കാത്തത് കൊണ്ടല്ല എന്ന് അവർ മനസ്സിലാക്കണം. കാരണം അള്ളാഹു ഏറെ പ്രിയം വെച്ച പ്രവാചകന് പോലും വേണ്ടപ്പെട്ടവർ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആശ്വസിക്കാം, അള്ളാഹു അവരോട് ഒരു പ്രിയം ചെയ്തിട്ടുണ്ട് എന്ന്. പ്രവാചകൻ വല്ലാതെ വിഷമിച്ചു പോയി. മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോയി. ത്വായിഫിൽ നിന്ന് പ്രവാചകൻ ആട്ടി ഓടിച്ച കഥ പോലും നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്, ഇല്ലം തകുൻ ലീ ഗളബുൻ ഫലാ ഉബാലി, അല്ലാഹുവേ ആളുകൾ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ ഫലാ ഉബാലി, എനിക്കൊരു കുഴപ്പമില്ല. നമ്മൾ ആലോചിച്ചു, നമ്മൾ പറയേണ്ട വർത്താനാണിത്. നമ്മൾ ഇന്ന് നമ്മുടെ ലോകം ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ പഴഞ്ചനാണ് എന്ന് പറഞ്ഞോട്ടെ, ഈ സെക്കുലർ ലോകം എത്ര തന്നെ പഴഞ്ചനാണ് എന്ന് പറഞ്ഞാലും ഈ ആദർശം മുറുകെ പിടിക്കുന്നവനെ, തൗഹീദ് പറയുന്നവനെ, ഈ വിശ്വാസത്തിൽ നിൽക്കുന്നവനെ എത്ര മോശക്കാരനായി ചിത്രീകരിച്ചാലും അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ
ഫലാ ഉബാലി, എനിക്കൊരു പ്രശ്നവുമില്ല. ഇതാണ് നമ്മൾ പറയേണ്ടത്. പ്രവാചകൻ അത് പറഞ്ഞു. ആ സൂറത്ത് അവസാനിക്കുന്നതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ആ സൂറത്ത് അവസാനിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയാണ്, ഫഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ഫഇന്നല്ലാഹ മഅല്ലദീന തഖൗ, തീർച്ചയായും അല്ലാഹു ആരുടെ കൂടെയുണ്ട്? തഖ്വ ചെയ്യുന്നവരുടെ കൂടെയുണ്ട്. വല്ലദീന ഹും മുഹ്സിനൂൻ, നന്മ ചെയ്യുന്നവരുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സൂറത്തുൽ നഹ്ൽ അവസാനിക്കുന്നത്. ഫഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. നമ്മൾ അതിന്റെ ഒരു ബന്ധം ആലോചിച്ചു. സുബ്ഹാനല്ലദീ അസ്റാ, പ്രയാസമൊക്കെ പ്രവാചകനെ താങ്കൾക്കുണ്ടായല്ലോ. ഇതാ ആ പ്രയാസം അവസാനിച്ചിട്ട് അള്ളാഹു താങ്കൾക്കൊരു സമാധാനം തരാൻ പോവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഇന്ന മഅൽ ഉസ്രി യുസ്ര. പ്രയാസമുണ്ടാകും, പക്ഷേ താങ്കൾക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാകും. ഒരു ദുരിതമാണുള്ളതെങ്കിൽ രണ്ട് സന്തോഷം ഉണ്ടാവും. യുസ്രൻ, അവിടെ അറബി ഭാഷ അറിയുന്നവർക്ക് അറിയാം, യുസ്രൻ നിക്രയായിട്ടാണ് പറഞ്ഞത്. ഒരു ദുരിതമാണെങ്കിൽ എണ്ണമില്ലാത്ത സന്തോഷം. പ്രവാചകന് വിഷമം അനുഭവിച്ചു, രണ്ട് സന്തോഷം കൊടുത്തു. ഒന്ന് ഇസ്ര ആണ്, രണ്ട് മിഅ്റാജാണ്. ദുരിതം ഒന്നാണെങ്കിൽ രണ്ട് സന്തോഷം. അതുകൊണ്ട് എല്ലായ്പ്പോഴും പട്ടിണി, എല്ലായ്പ്പോഴും പ്രയാസം, എല്ലായ്പ്പോഴും ദുരിതം അതൊരിക്കലും ഉണ്ടാവില്ല. എല്ലായ്പ്പോഴും കച്ചവടത്തിൽ നഷ്ടം അങ്ങനെ ഉണ്ടാവില്ല. പല ആളുകളും ഒന്നാമത്തെ വരുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാണ്, ഒന്നാമത്തത് വരുമ്പോഴേക്ക് തളരുകയാണ്. ഇല്ല, ഫഇന്ന മഅൽ ഉസ്രി യുസ്ര. പ്രയാസമുണ്ടോ? തീർച്ചയായും അള്ളാഹു കുറച്ചൊന്ന് പ്രയാസപ്പെടുത്തും, പക്ഷേ ചിന്തിക്കാത്ത ഒരു സുഖം നിനക്ക് തരും. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. ആ പ്രദേശം ഒന്നാകെ ബർക്കത്ത് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു കൊണ്ടുപോകുന്നത്. രണ്ടാമത്തേത് മിഅ്റാജാണ്. മിഅ്റാജിനെ പറ്റി സൂറത്തുൽ നജ്മിൽ ചില സൂചനകൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മിഅ്റാജിനെ പറ്റി നമ്മൾ പറയും. ഇത് ഖുർആൻ മാത്രം സംസാരിച്ചതാണ് സൂറത്തുൽ ഇസ്രായിൽ. ഹദീസിലേക്ക് വന്നാൽ ഇമാം ബുഖാരി 6ഓളം സഹാബാക്കളിൽ നിന്ന് 20 റിവായത്തുകൾ ഇതിനെ സംബന്ധിച്ച് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം 7 സഹാബാക്കളിൽ നിന്ന് 18 റിവായത്തുകൾ എന്ന് പറഞ്ഞാൽ തവാത്തറത് ബിർ റിവായാത്ത്, ഒരുപാട് അനുസ്യൂതം റിവായത്തുകൾ വന്ന ഒന്നാണ് ഇസ്രാ മിഅ്റാജ്. അതുകൊണ്ട് നമുക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല. ഇസ്രാ മിഅ്റാജും അത്ഭുതമാണ്. നമ്മുടെ യുക്തിക്ക്, എന്റെ ലോജിക്കൽ റീസണിങ്ങിന് വഴങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്രാഇനെ നിഷേധിക്കാൻ കഴിയില്ല. ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് ചരിത്രത്തിൽ? അതും ഒരു ചർച്ചയാണ്. ഇമാം നവവിയും ഖുർത്തുബിയൊക്കെ പറയുന്നത് നുബുവത്തിന്റെ 5-ാം വർഷം എന്നാണ്. അല്ല, നുബുവത്തിന്റെ 10, നുബുവത്തിന്റെ 11-ാം വർഷം, 12, 13 വർഷങ്ങൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. വർഷങ്ങളിൽ ഏകോപിച്ചവർ മാസങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നു. റമദാനിൽ, മുഹറമിൽ, റബീഉൽ അവൽ 12-ൽ, കൂട്ടത്തിൽ റജബിൽ എന്ന് പറഞ്ഞവരുമുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, എപ്പോഴാണ് ഇസ്രാ സംഭവിച്ചത് എന്ന് കൃത്യമായി പറയാൻ ഒരു തെളിവുമില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ റജബ് 25 പ്രത്യേക ഒരു നോമ്പൊക്കെ നമ്മൾ കാണുക. നോമ്പ് കാണണമെങ്കിൽ ഇസ്രാ നടന്നത് അന്നാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയണ്ടേ? അതുകൊണ്ട് തന്നെ അത്തരം ഒരു നോമ്പിൽ ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അതിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. അങ്ങനെ ഒരു നോമ്പ് പ്രവാചകനെ പഠിപ്പിച്ചു തരണമായിരുന്നു, പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് ഇനി നമ്മൾ റജബിലാണ് സംഭവിച്ചത് ഇസ്രാ എന്ന് സമ്മതിച്ചാൽ പോലും ഇസ്രാഇന്റെ പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ഇസ്രാ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ഇമാം ബുഖാരി മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആ കഥ സവിസ്തരം പറയുന്നുണ്ട്. ബൈനമാ അന ഫിൽ ഹത്തീം, ഞാൻ മസ്ജിദുൽ ഹറാമിലെ ഹത്തീമിൽ, ഹത്തീം എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിന്റെ അടുത്തുള്ള സ്ഥലമാണ്. ഞാൻ അവിടെ കിടക്കുമ്പോൾ ജിബ്രീൽ വന്നു, എന്റെ ഹൃദയം പിളർന്നു, ഹൃദയം പുറത്തെടുത്ത് കഴുകി ഈമാൻ നിറച്ചിട്ട് വീണ്ടും അതേ സ്ഥാനത്ത് വെച്ചു. ഇത് നമുക്ക് നൽകുന്ന പാഠമുണ്ട് പ്രിയമുള്ളവരെ. അള്ളാഹുലേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുമ്പ് ചെയ്തെന്താണ്? ഹൃദയം കഴുകി ഈമാൻ നിറച്ചു. പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇതുപോലെ അള്ളാഹുലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. എപ്പോഴാണ് എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ഹൃദയം ഇതുപോലെ കഴുകി ശുദ്ധിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇല്ല മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയത്തോട് വന്നവന് മാത്രമേ നാളെ പരലോകത്ത് രക്ഷയുണ്ടാവുള്ളൂ. നമ്മുടെ ഹൃദയം കഴുകണം, ഈമാൻ നിറക്കണം. അതാണ് പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാകണം. ഹൃദയം ആരോടും വിദ്വേഷമില്ലാതെ, ശിർക്കില്ലാതെ, വിദ്അത്തില്ലാതെ തൗഹീദിന്റെ ഹൃദയമാണോ? സന്തോഷമാണ്. അത് യാത്രക്ക് മുമ്പ് നിങ്ങൾ ഒരുക്കൂ എന്നാണ് ഇസ്രാ മിഅ്റാജ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ബുറാഖ് വന്നു. പ്രവാചകന്റെ മുന്നിൽ ആദ്യം ബുറാഖ് ഒന്ന് മരുങ്ങാൻ വിസമ്മതിച്ചെങ്കിലും ജിബ്രീൽ പറഞ്ഞു കൊടുക്കാൻ, ബുറാഖ് നീ ഇതാരോടാണ് കാണിക്കുന്നത്? നിന്റെ പുറത്ത് ഇതിനേക്കാൾ മാന്യനായ ഒരു മനുഷ്യനും സഞ്ചരിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുറാഖിലേറി മസ്ജിദുൽ അഖ്സയിലേക്ക് പോവാൻ. അന്ന് അറബികൾ 2 മാസം മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്തേക്ക് ഒരു ദിവസത്തിന്റെ അല്പം, ലൈലൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്, ഒരു രാത്രി മുഴുവൻ എടുത്തിട്ടില്ല, അല്പസമയം കൊണ്ട് പ്രവാചകൻ 4000 കിലോമീറ്റർ അപ്പുറത്തേക്ക് സഞ്ചരിച്ചെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ബുറാഖിനെ കെട്ടിയിട്ടു. ഹദീസിൽ കാണാം, പ്രവാചകന്മാർ കെട്ടിയിടുന്ന അതേ സ്ഥലത്ത് ഇന്നും അവിടെ ഹായിത്തുൽ ബുറാഖ്, ബുറാഖിന്റെ മതിൽ എന്ന് പറഞ്ഞിട്ട് മസ്ജിദുൽ അഖ്സയിൽ പോയാൽ ഒരു മതിൽ കാണാം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി 1,00,000-ൽ ഏറെ വരുന്ന പ്രവാചകന്മാർ എല്ലാവരും അണിനിരന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിച്ചു. ഇത് വലിയൊരു സൂചനയാണ്. എന്തിലേക്ക്? സൂറത്തുൽ ഇസ്രാ നമ്മൾ പരിശോധിച്ച് നോക്കാം. സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ ഇസ്രാ പറഞ്ഞതിന് ശേഷം പറയുന്നത് യഹൂദന്മാരെ കുറിച്ചിട്ടാണ്. വഖദൈനാ ഇലാ ബനി ഇസ്രാഈല ലതുഫ്സിദുന്ന ഫിൽ അർദി മറത്തൈൻ. യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ നാട്ടിൽ എത്രയാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. പ്രവാചകന്മാർ വന്നപ്പോൾ, ദൈവദൂതന്മാർ ബനു ഇസ്രായേൽ അടിക്കടി വന്നപ്പോഴൊക്കെ അവരെ കൊല്ലുകയാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് നിനക്കിന് റോളില്ല. യഹൂദന്മാർ ബനു ഇസ്രായേലിന് റോളില്ല. പ്രവാചകത്വം, നെടുനായകത്വം ബനു ഇസ്രായേലിൽ നിന്നും ബനു ഇസ്മായിലിൽ പിറന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഔദ്യോഗികമായി കൈമാറുന്ന ഒരു ചടങ്ങിലേക്കുള്ള സൂചനയാണ്. മാത്രമല്ല, ആ ബൈത്തുൽ മഖ്ദിസ് ഇരിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പരിഭാവന എത്ര വലുതാണ് എന്നൂടെ കാണിച്ചു തരികയാണ്. നമ്മൾ ഇന്ന് ഖുദ്സിന്റെ മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഖുദ്സിന് വേണ്ടി നിലകൊള്ളുന്നവർ, പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിലെങ്കിലും നമ്മൾ അവരെ ഉൾപ്പെടുത്തണം. ഖുദ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ നാട് സ്വതന്ത്രമാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സലാഹുദ്ദീൻ അയ്യൂബി പോലും ഒരു വേള പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഖുദ്സിലേക്ക് തിരിച്ചു വരാൻ പ്രേരണയായത് ഇസ്രായിന്റെ സംഭവം വായിച്ചിട്ടാണ് എന്ന് പോലും പറയുന്നവരുണ്ട്. ഖുദ്സിന്റെ പരിഭാവനയിലേക്കുള്ള ഒരു സൂചനയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരൊറ്റ യാത്രയിൽ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, അഖ്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിദൂരത്തുള്ള പള്ളി എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും ദൂരത്തുള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ. അതിനിടയിൽ ഒരു പള്ളിയുമില്ല. പിന്നെയാണല്ലോ മസ്ജിദുൽ നബവി കടന്നു വരുന്നത്. മസ്ജിദുൽ അഖ്സ മക്കയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വിദൂരം. നമ്മൾ പലപ്പോഴും ഇന്ന് മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് പറയാറുണ്ട്. അറബ് നാടുകൾ ഉൾപ്പെടുന്ന പ്രദേശത്ത് മിഡിൽ ഈസ്റ്റ് എന്ന് നമ്മൾ പറയും. അത് ശരിക്കും മിഡിൽ ഈസ്റ്റ് ആണോ നിയർ ഈസ്റ്റ് ആണോ? ശരിക്കും യൂറോപ്പുകാർക്കാണ് അത് മിഡിൽ ഈസ്റ്റ്. യൂറോപ്പുകാരാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. യൂറോപ്പിനെ നോക്കിയാൽ അത് മിഡിൽ ഈസ്റ്റ് ആണ്. ജപ്പാൻ അവർക്ക് നിയർ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ് ആണ് എന്ന് പറയുന്നത് പോലെ മക്കയിൽ നിന്ന് നോക്കിയാൽ അൽ അഖ്സ, അങ്ങേയറ്റത്തുള്ള പള്ളി. ആ പള്ളിയിലേക്ക് പ്രവാചകൻ പോയി. മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്ന ആ യാത്രക്കിടയിൽ 13ഓളം കാഴ്ചകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതായി നമുക്ക് ചരിത്ര കിതാബുകളിൽ, ഹദീസിന്റെ കിതാബുകളിൽ, തഫ്സീറിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. അത് ഓരോന്നും വലിയ പാഠങ്ങളാണ്. അത് നമ്മൾ പഠിക്കണം. അതിലൊന്നാമത്തെ പാഠം, ഒരുപക്ഷെ ആ 13 വരിക്ക് വരിയായി ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഒരു ഓർഡറിന് വേണ്ടി നമ്മൾ പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ ഇഫ്രീത്തും മിനൽ ജിൻ, ജിന്നിൽപ്പെട്ട ഒരു കരുത്തനായ ജിന്ന് പ്രവാചകന്റെ പിറകിൽ ഒരു തീപ്പന്തവുമായി കടന്നു വരികയാണ്. ആക്രമിക്കാൻ വേണ്ടി വരുന്നത് പോലെ ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആ ഇടങ്ങേറ് പോയി കിട്ടും. എന്നിട്ട് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു, അഊദു ബിവജ്ഹില്ലാഹിൽ കരീം വബികലിമാത്തില്ലാഹി താമ അല്ലതി യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ. ദീർഘമായ പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിച്ചു, പിശാചിന്റെ എല്ലാ ഉപദ്രവവും പോയി. നമ്മൾ പഠിക്കേണ്ടുന്ന പ്രാർത്ഥന, പിശാചിന്റെ ഉപദ്രവം വരുന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നത്. പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 2 ഖുത്ബകളിൽ നമ്മൾ സംസാരിച്ചത് മുഴുവൻ പിശാചിനെ കുറിച്ചായിരുന്നു. 2 ഖുത്ബകൾ മുഴുവൻ പിശാചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിശാചിന്റെ ശർറ് തോന്നുന്നുണ്ടോ? പ്രാർത്ഥിക്കണം. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന നാസ് മുതൽ ഫലക്ക് മുതൽ എന്തൊക്കെ പ്രാർത്ഥനകളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചോ, ആ ശർറ് നീക്കപ്പെടും. രണ്ടാമത് പ്രവാചകൻ കാണുന്നത് ദജ്ജാലിനെയാണ്. ഇസ്രായിന്റെ യാത്രയിലാണ് ഈ കാണുന്നത്. ദജ്ജാലിനെ ഫീ സൂറത്തിഹി, അവരുടെ യഥാർത്ഥ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഭീമാകാരമായ ശരീരം, അക്മർ, നന്നേ വെളുത്തിട്ടാണ്. അവന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട്. അവന്റെ മുടികൾ മരത്തിന്റെ ശിഖരം പോലെയാണ്. പ്രവാചകൻ കറക്റ്റ് അത് ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരികയാണ്. രണ്ടാമത് പ്രവാചകൻ കാണുന്നത് അതാണ്. മൂന്നാമത് ഇമാം ബൈഹഖ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, പ്രവാചകന്റെ അടുക്കിലേക്ക് ഒരു വൃദ്ധയായ സ്ത്രീ വന്നു. യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് പ്രവാചകനെ നോക്കാൻ ആവശ്യപ്പെട്ടു. മറ്റൊരു ശബ്ദം വേറൊന്ന്, ഹലുമ്മ യാ മുഹമ്മദ്, മുഹമ്മദ് എന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം പ്രവാചകൻ കേട്ടു. ജിബ്രീൽ പറഞ്ഞു കൊടുക്കാണ്, ആ വൃദ്ധ എന്നത്, ആ വൃദ്ധയുടെ ബാക്കി എത്ര പ്രായമുണ്ടോ അത്രയാണ് ഈ ദുനിയാവിന് പ്രായമുള്ളത് എന്നതിലേക്കുള്ള സൂചനയാണ്. നമ്മൾ ആലോചിച്ചു, ഈ ദുനിയാവിന്റെ പ്രായമാണ് ആ വൃദ്ധയിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. ദുനിയാവിന് പ്രായമായി. ദുനിയാവ് അങ്ങേയറ്റം പ്രായമുള്ള ഒരു വൃദ്ധയെ പോലെ. നമ്മൾ ദുനിയാവിനെ കെട്ടിപ്പടുക്കാൻ ഇങ്ങനെ നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, എൻ്റെ ആയുസ് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, പോട്ടെ, തലമുറകളോളം ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ദുനിയാവ് ഒരു വൃദ്ധയായ സ്ത്രീയെ പോലെ മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിൽ എന്നാണ് ഇസ്രായേൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ദുനിയാവിന് വേണ്ടി വല്ലാതൊന്നും പണിയെടുത്തിട്ട് ആഹിറം കളഞ്ഞ് പണിയെടുക്കരുത്. പണിയെടുക്കാം, ആഹിറം കളഞ്ഞുകൊണ്ട് നമ്മൾ പണിയെടുക്കരുത് എന്ന് നമ്മൾ പഠിപ്പിക്കാം. പിശാചിനെ ഒരു ശബ്ദം കേട്ടു എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് ആരാണ്? പിശാച് അള്ളാഹുവിന്റെ റസൂലിനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചതാണ് എന്നാണ് ജിബ്രീൽ പറഞ്ഞു കൊടുത്തത്. നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്നറിയോ? ഈ ജിബ്രീൽ വശീകരിക്കാൻ ശ്രമിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കൂടെ ആരുണ്ട്? ജിബ്രീലും ഉണ്ട്. എന്നിട്ടും പിശാച് വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ മലക്കുകളുടെ സാന്നിധ്യം വിളിച്ചു വരുത്തുന്ന നന്മകളൊന്നും ചെയ്യാതെ
മലക്കളുടെ സാന്നിധ്യം വിദൂരമാക്കുന്ന തിന്മകൾ ചെയ്യാൻ. മലക്കളുടെ സാന്നിധ്യമൊന്നും നമുക്കില്ല. നമ്മുടെ പ്രവർത്തികൾ പലപ്പോഴും അങ്ങനെ ആയി പോവാൻ. പ്രവാചകനെ പോലെ തെറ്റ് ചെയ്യില്ല എന്ന ഉറപ്പ് അല്ലാഹു നമുക്ക് തന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ തെറ്റിലേക്ക് പെടുമ്പോൾ നമ്മൾ ഇങ്ങനെ വിലപിച്ചിട്ടും കാര്യമില്ല. മലക്കുകളുടെ സാന്നിധ്യം നിഷേധിക്കുന്ന പ്രവർത്തനങ്ങളുണ്ടോ? തെറ്റിൽ നിന്ന് സൂക്ഷിക്കാൻ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും പിശാച് വശീകരിക്കാൻ ശ്രമിച്ചെങ്കിൽ എൻ്റെ കൂടെ തന്നെ പിശാച് ഉണ്ടാവും എന്നത് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് പിശാചിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമത് കാണുന്ന കാഴ്ച നമ്മളെല്ലാവരും കേട്ടതാണ്. മാഷിതത്ത് ബിൻത് ഫിർഔൻ, ഫിർഔനിന്റെ മകളെ പരിചരിച്ചിരുന്ന ഒരു സ്ത്രീയുണ്ട്, മാഷിത. പ്രവാചകൻ മാഷിത്തയുടെ ഖബറിൽ നിന്നുള്ള സുഗന്ധം അനുഭവിച്ചപ്പോഴാണ് ജിബ്രീൽ കഥ പറഞ്ഞു കൊടുക്കുന്നത്. മാഷിത്ത ഫിർഔനിന്റെ മകളോട് പറഞ്ഞു, റബ്ബി വറബ്ബു അബീക്കില്ല, എന്റെയും നിന്റെ വാപ്പയുടെയും റബ്ബ് അല്ലാഹു ആണ്. അത് ഫിർഔന് പിടിച്ചില്ല. ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് മാഷിത്തയുടെ മക്കളെ ഓരോന്നായി ആ തിളച്ച വെള്ളത്തിലേക്ക് പറിച്ചിടുകയാണ്. അവസാനം മുലയൂട്ടുന്ന ഒരു കുഞ്ഞിനെ മാഷിത്തയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുമ്പോൾ മാഷിത്തക്കൊന്ന് ബേജാറായി. മാഷിത്ത അടിപതറാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. ആലോചിച്ചു, കുഞ്ഞിയെ പറിച്ചടക്കുമ്പോൾ ഏത് മാതാവായാലും പതറിപ്പോകും. ആ സമയത്ത് ആ കുട്ടി സംസാരിച്ചു എന്നാണ് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. കുട്ടി സംസാരിക്കുകയാണ്. കുട്ടി ഉമ്മയോട് പറഞ്ഞത്, ഇന്ന അദാബ ദുനിയ അഹ്വനു മിന അദാബിൽ ആഖിറ. ഉമ്മ, ഈ ആഖിറത്തിന്റെ ദുനിയാവിന്റെ ഈ ശിക്ഷയുണ്ടല്ലോ, ആഖിറത്തിന്റെ ശിക്ഷ വെച്ച് നോക്കുമ്പോൾ എത്ര നിസാരമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് അനുഭവിക്കാം എന്നാ കുട്ടി സംസാരിക്കാൻ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകിച്ച് അദാബൊന്നും അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്താണ് അനുഭവിക്കേണ്ടി വന്നത്? കുറച്ചൊക്കെ ഒരു സുഖങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടാവും. ആളുകളൊക്കെ ഹലാലും ഹറാമും നോക്കാതെ ഒരുപാട് സമ്പാദിക്കുകയും ഇങ്ങനെ എല്ലാ രീതിയിലും എന്റർടൈൻമെന്റ് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ ഹലാല് നോക്കാൻ, പടച്ചവന്റെ പൊരുത്തം നോക്കാൻ, അവന്റെ തൃപ്തി നോക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. അത് നമുക്ക് അങ്ങ് അനുഭവിക്കാം. അങ്ങനെ അനുഭവിക്കാനുള്ള തീരുമാനമുണ്ടോ? പടച്ചവനെ പേടിക്കാനുള്ള ആഗ്രഹമുണ്ടോ? സാഹചര്യം പോലും നിനക്ക് അനുകൂലമാവും. കുട്ടി സംസാരിച്ചു എന്നല്ലേ പറയുന്നത്. നിനക്ക് പടച്ചവനെ പേടിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ സാഹചര്യം പോലും നിനക്ക് അനുകൂലമാകും എന്ന് മാഷിത്തയുടെ സംഭവം പറഞ്ഞു തരികയാണ്. അഞ്ചാമതായി പ്രവാചകൻ കാണുന്നത് കൃഷിക്കാർ ഒരുപാട് കൊയ്ത്തുകൾ വിളവെടുക്കുകയാണ്. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, പ്രവാചകരെ, താങ്കളുടെ സമൂഹത്തിന്റെ ശുഹദാക്കൾ വാരിക്കൂട്ടുന്ന പ്രതിഫലമാണ്. അവർ ഇരട്ടിക്കിരട്ടിയായ പ്രതിഫലം വാരിക്കൂട്ടുന്നുണ്ട്. ഫലസ്തീന്റെ മക്കളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കുള്ള സമാധാനം അത് മാത്രമാണ്. അവർ മരണപ്പെടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയല്ലേ. അവർ നിലക്കാത്തൊരു പ്രതിഫലത്തിന്റെ ലോകത്തേക്ക് അവർ പോവുകയാണ്. അതുകൊണ്ടാണ് ഷഹാദത്തിന്റെ മഹത്വം നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആറാമത് കണ്ട സംഭവത്തിനെ കുറിച്ച് നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് ചില ആളുകൾ അവരുടെ പുറവും അവരുടെ മുൻവശവും ഒക്കെ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. അവർ നരകത്തിൽ നിന്നുള്ള കനികൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലേ, ഹഉലാഇ ലാ യുഅത്തൂന സ്വദഖാത്തി അംവാലിഹിം, അവരുടെ സമ്പത്തിന്റെ സകാത്ത് അവർ കൊടുത്തിട്ടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ചു, ഒരുപാട് സ്വർണ്ണമുള്ള ആളുകൾ ഇപ്പോഴും വിളിക്കാം. 5 കൊല്ലമായി ഭാര്യയുടേത് ഭാര്യയാണ് കൊടുക്കേണ്ടതെങ്കിൽ പോലും കൊടുക്കാൻ ഭർത്താവ് ഓർമ്മിപ്പിച്ചിട്ടില്ല. നമ്മൾ കുടുംബത്തോടെ സ്വർഗത്തിൽ പോണ്ടേ. സ്വർണ്ണങ്ങൾ ഒരുപാടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടില്ല. കച്ചവടം ഒരുപാടുണ്ട്, ഇതുവരെ നമ്മൾ കണക്കെടുത്തിട്ടില്ല. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കണം. സ്വർഗത്തിന്റെ അല്ല നരകത്തിന്റെ കനികൾ കഴിക്കുന്നു എന്നാണ് പറഞ്ഞത്. പ്രവാചകൻ കണ്ട ഒരു കാഴ്ചയാണ്, നമുക്ക് ബേജാറുണ്ടാകേണ്ട കാഴ്ച. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാഴ്ച, എട്ടാമതായി കാണുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഒരു മരത്തടി, ആ മരത്തടിയുടെ അടുക്കിലേക്ക് എന്തൊക്കെ വരുന്നോ അതൊക്കെ തകർന്നു പോവുകയാണ്. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, വഴിയരികിൽ വെച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളിലേക്കുള്ള സൂചനയാണ്. എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ. ഇന്ന് നമുക്കറിയാം, പബ്ലിക് ന്യൂസൻസ് തന്നെ വലിയൊരു ക്രൈമാണ് എന്ന് പറഞ്ഞ പോലെ പൊതുരംഗത്തെ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ. നമുക്ക് കൂടുതൽ വായിക്കാൻ കഴിയുന്നത് ഇന്ന് ഏറ്റവും വലിയ പബ്ലിക് എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ ഹൈവേ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് പറയുന്നത്, അവരുടെ ഒരു കമന്റ് ഒരു സമൂഹത്തെ ഒന്നാകെ വേദനിപ്പിക്കുന്നുണ്ട്. എന്റെ ഒരു വാക്ക് പല മനുഷ്യരെയും വേദനിപ്പിക്കുന്നുണ്ട്. പൊതുയിടങ്ങളിൽ പ്രശ്നമുണ്ടാക്കുക, അവരെ കുറിച്ചാണ് ഇസ്രായേലിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു സംഭവം നമ്മൾ വായിക്കുന്നത്. 9ാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതിനെ പറ്റി പറയാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ താങ്ങാൻ കഴിയാത്ത ഭാരം അദ്ദേഹം വഹിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല, വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, ആളുകളുടെ അമാനത്തേറ്റെടുക്കുകയും അത് നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആളുകളുടെ അമാനത്തേറ്റെടുക്കാൻ വലിയ താല്പര്യമാണ്. 5 കൂട്ടായ്മയുടെയും നേതൃത്വത്തിലുണ്ട്, 6ാമത്തെ കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കാൻ ഒരു മടിയില്ല. എല്ലാ നേതൃത്വത്തിലും ഞാനുണ്ട്. പക്ഷേ കൃത്യമായി ഇത് കൊടുത്തു വിട്ടിട്ടുണ്ടോ? ആളുകളുടെ അമാനത്തുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ? സ്ഥാപനത്തിന്റെ മേധാവി, മഹലിന്റെ പ്രസിഡന്റ് ആവട്ടെ, കൊച്ചു കൂട്ടായ്മയുടെ ലീഡർ ആവട്ടെ, ക്ലാസിന്റെ ലീഡർ ആണെങ്കിൽ കൂടി അമാനത്ത് കൊടുത്തു വിട്ടിട്ടില്ലേ? അത് ചുമക്കേണ്ടി വരും.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കാണുകയാണ് പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് വലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, പ്രവാചകൻ അന്ന് കണ്ടത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലുതാണെന്ന് സൂറത്ത് നജ്മ് പറയുന്നുണ്ട്. ഇതാണ് ദൃഷ്ടാന്തം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കണ്ടത് നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. 10ാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ചില ആളുകളെ കണ്ടത് തീയുടെ അഗ്നിയുടെ ആയുധങ്ങളാൽ അവരുടെ ചുണ്ടുകളും നാവുകളും മുറിക്കപ്പെടുന്നുണ്ട്. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, ഹഉലാഇ മിൻ ഖുതബാഇ മിൻ ഉമ്മതിക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളുടെ ഉമ്മത്തിലെ ഖതീവന്മാരുടെ അവസ്ഥയാണ് എന്നാണ് പറഞ്ഞു കൊടുത്തത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യണം. ഇസ്ലാമിന്റെ പ്രബോധന രംഗത്തുള്ളവരായിക്കോട്ടെ, നമുക്ക് ആളുകളൊക്കെ ഉപദേശിക്കാൻ വലിയ താല്പര്യമാണ്. അവൻ നിസ്കരിച്ചോ, അവന്റെ നിസ്കാരം ശരിയായോ, അവന്റെ നോമ്പ് ശരിയായോ, അവന്റെ സക്കാത്ത് ശരിയായോ എന്ന് ആഘോഷിക്കാനും അന്വേഷിക്കാനും നമുക്ക് താല്പര്യമാണ്. ആളുകളോട് വഅദ് പറയാനും നമുക്ക് താല്പര്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്നോട് ചോദിച്ചു നോക്കുക, ആളുകളോട് പറയുന്നത് എന്റെ ജീവിതത്തിലുണ്ടോ? ഖതീബുമാർ, ഏത് ഖതീബുമാർ എന്ന കൂടി പറയുന്നുണ്ട്. ആളുകളോട് നന്മ പറയുന്നു, വൈത്തുലൂനൽ കിതാബ്, ഖുർആൻ ധാരാളമായി ഓതുന്നു, പക്ഷേ ജീവിതത്തിൽ ഒന്നുമില്ല. ഒരുപക്ഷെ നമ്മൾ വഅദ് പറയുകയും നമ്മൾ നന്മ പറയുകയും അത് കേട്ട് കുറേ മനുഷ്യർ സ്വർഗത്തിലേക്ക് പോവുകയും ആ നന്മ ജീവിതത്തിൽ പകർത്താൻ കഴിയാതെ ഞാനും നമ്മളുമൊക്കെ നരകത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടി വന്ന അവസ്ഥ ആലോചിച്ചു പ്രിയമുള്ളവരെ. അല്ലാഹു നമ്മളെയൊക്കെ ചെറുതേതെങ്കിലുമായ നന്മയാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്തിയിട്ട് അത് ചെയ്യുന്നവരുടെ കൂടെ നന്മകൾ ഏറ്റെടുത്തിട്ട് വലിയൊരു പ്രതിഫലം അനുഭവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 11ാമത് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു മുറിയിൽ നിന്ന് ഒരു കാളക്കുട്ടി പെട്ടെന്ന് ഓടുകയാണ്. ഇതൊക്കെ ഇമാം ബൈഹഖിയും ഇമാം ത്വബരിയും അവരുടെ തഫ്സീറുകളിൽ, അവരുടെ ദലായിലുകളിൽ ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരു റൂമിൽ നിന്ന് ഒരു കാളക്കുട്ടി പെട്ടെന്ന് പുറത്തേക്ക് ഓടുന്നു. തിരിച്ച് അതേ ഇടങ്ങളിലേക്ക് പോകാൻ വേണ്ടി കാളക്കുട്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, ഇത് ചില ആളുകൾ ചില വർത്തമാനങ്ങൾ അവർ പറഞ്ഞുപോയി, അത് തിരിച്ചെടുക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. എത്ര അർത്ഥവത്തായ വർത്തമാനങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മൾ ആലോചിച്ചു. ചില ആളുകൾ വേണ്ടാത്തൊക്കെ പറയാണ്. നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്തൊക്കെയാ നമ്മൾ പറയുന്നത്. അതുകൊണ്ടല്ലേ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പെട്ടെന്ന് ത്വലാഖ് സംഭവിക്കുന്നത്? എന്താ? ആളുകൾ ടെമ്പർ കയറുകയാണ്, അപ്പോഴേക്കെന്നെ ത്വലാഖ് ചെല്ലുകയാണ്. നമ്മൾ കുട്ടികളോട് വല്ലാതെ അങ്ങ് ഷൗട്ട് ചെയ്യാണ്. കുട്ടികൾക്ക് പോലും അറിയുന്നില്ല എന്താണ്. കുട്ടികൾ കാണുന്നത് വാപ്പ ഉമ്മയോട് ഷൗട്ട് ചെയ്യുന്നതാണ്. കുട്ടികൾ കാണുന്നത് അയൽവാസികൾ തമ്മിൽ പരസ്പരം ശണ്ട കൂടുന്നതാണ്. കുട്ടികൾ കാണുന്നത് അധ്യാപകർ സ്റ്റാഫ് റൂമുകളിൽ കശപിശ നടത്തുന്നതാണ്. പ്രിയമുള്ളവർ, നമ്മൾ മാതൃകയാകേണ്ടത് എവിടെയാണ്? ഒരു വാക്ക് പറഞ്ഞു തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. പലപ്പോഴും നമുക്കിന്ന് ഒരു മെസ്സേജ് അയച്ചാൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഡിലീറ്റ്, നമുക്ക് 2 വർഷത്തും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് പോലും പോകുന്നത് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ വാക്കുകൾ അങ്ങനെയാണ്. അത് പുറത്തേക്ക് വന്നാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. മാത്രമല്ല ആ ചെറിയ വാക്കുകൾ പോലും ഒരു മനുഷ്യനെ നരകത്തിലേക്ക് പോലും കൊണ്ടുവരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മറ്റൊരു സംഭവം ഈ ഇടയിൽ പറയാൻ വിട്ടുപോയത്, പ്രവാചകൻ ചില ആളുകളെ കാണുന്നത് അവരുടെ തലയിലേക്ക് പാറകൾ എറിയപ്പെടുന്നു. ചോദിച്ചപ്പോൾ ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, യതസാഖലു ഇൻദ സ്വലാ. ഇമാം അഹ്മദ് മറ്റൊരു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നമസ്കാരത്തിന്റെ സമയത്ത് തലക്കനം അനുഭവപ്പെടുന്നവർ എന്ന് കറക്റ്റ് പറഞ്ഞാൽ, സുബഹിക്ക് ബാങ്ക് കൊടുത്തു, എഴുന്നേക്കാൻ തല പൊന്തുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. നമസ്കാരത്തിന്റെ സമയത്ത് തല പൊന്താത്തവർ എന്നാണ് കൃത്യമായി എന്റെ മലയാളം പറഞ്ഞാൽ. അവരുടെ തലയിലേക്ക്, തലയാണല്ലോ പൊന്താതിരുന്നത്, അതേ തലയിലേക്ക് ശക്തമായ പാറക്കല്ലുകൾ എറിയപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഹദീസ് വായിക്കുമ്പോൾ കാരണം പറഞ്ഞു പോകാൻ വേണ്ടി വായിക്കുകയല്ല. ഇന്ന് സുബഹി നമസ്കാരം ഉണ്ടായിരുന്നല്ലോ, ജമാഅത്ത് പള്ളിയിൽ നടന്നിരുന്നല്ലോ, എത്ര ആളുകൾ ഖളാഅതെ സുബഹി നിസ്കരിച്ചു എന്ന് നമ്മളോട് ചോദിച്ചു നോക്കുക. പള്ളിയിൽ നമസ്കാരം ഉണ്ടായിരുന്നു, എത്ര പേർക്ക് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റി എന്ന് നമ്മൾ ചോദിച്ചു നോക്കുക. അലാറം വെക്കുമ്പോൾ പലപ്പോഴും ആളുകൾ അലാറം പോലും വെക്കാറില്ല. ഏതെങ്കിലും ഒരു സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കാം എന്ന് നമ്മൾ വിചാരിക്കുകയല്ലേ? തലക്കനം അനുഭവപ്പെടുന്നവർ അവരുടെ തലയെ തന്നെ ഛേദിച്ച് കളയുന്ന രംഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായിൽ കണ്ടു എന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ നമസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു നമസ്കാരം നമസ്കരിക്കുമ്പോൾ പോലും നമ്മുടെ ചിന്ത, ഞാൻ നേരെ അള്ളാഹുലേക്ക് പോയാൽ ആദ്യം ചോദിക്കുന്നത് ഈ നമസ്കാരമായിരിക്കും എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. നമ്മുടെ നമസ്കാരം നന്നാക്കണം, നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കണം. 12ാമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, രക്തപ്പുഴയിൽ കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നു. അവരുടെ തലയിലേക്കും വലിയ പാറക്കല്ലുകൾ വന്നിടുന്നു. നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹു ഗഫൂറാണ് റഹീമാണ് എന്ന് മാത്രം കേട്ടതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലൊക്കെ കുറെ മനുഷ്യരെ ആവശ്യമുണ്ടല്ലോ, അത് ഞാനാണോ അവനാണോ എന്ന് മാത്രം സൂക്ഷിച്ചാൽ മതി. അവനെക്കുറിച്ച് മാത്രം പറയുമ്പോൾ എന്നെക്കുറിച്ചും കൂടെ ഒന്ന് ആലോചിക്കുക. പല പല ശിക്ഷകളുണ്ട്, ഇതിലേതെങ്കിലും ഒന്നിൽ ഞാൻ പെടുവോ എന്ന് ആലോചിച്ച് നോക്കാം. ആരാണവർ? ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, ആക്കിലൊരു റിബ.
റിബ ഭക്ഷിക്കുന്നവനാണ്, പലിശ തിന്നുന്നവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് പലിശയെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. ഓടിയാണ്, പുതിയ കമ്പനി തുടങ്ങിയാൽ ഓടിയെടുത്ത അടുത്ത കമ്പനിയാണ്. വണ്ടിയില്ലാത്ത ഏതൊരാൾക്കും റോട്ടിലേക്ക് നിരത്തിലേക്ക് വണ്ടി ഇറക്കാം. കാരണം ഐഫോൺ എല്ലാവരും വാങ്ങിച്ചാൽ പുതിയ ഐഫോൺ എനിക്കും വാങ്ങിക്കാം. പൈസ ആവശ്യമില്ലല്ലോ. EMI ഉണ്ട്, ലോണുകളുണ്ട്, എന്തും സാധ്യമാക്കാൻ ആളുകളുടെ കയ്യിൽ ഇന്ന് സംവിധാനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹലാല് കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അള്ളാഹു റിസ്ക് തരും, അള്ളാഹു റിസ്ക് തരും. ആരുടെയെങ്കിലും ചിന്ത ആഖിറമായാൽ അള്ളാഹു അവന്റെ ദുനിയാവ് ഏറ്റെടുക്കും. പിന്നെ നമുക്ക് എന്തിനാണ് ടെൻഷൻ? നമ്മുടെ ചിന്ത ആഖിറായാൽ, അള്ളാഹുവിനെ പറ്റി ഞാൻ ചിന്തിച്ചാൽ എന്നെ പറ്റി അള്ളാഹു ചിന്തിക്കും. ഞാൻ അള്ളാഹുവിനോട് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ അള്ളാഹു എന്നോട് ട്രീറ്റ് ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 13ാമതായി കാണുന്ന ഒരു കാഴ്ച, ഈ 13 കാഴ്ചകളാണ് ഹദീസുകളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്തതായി കാണാൻ കഴിയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖബറിൽ വെച്ച് നമസ്കരിക്കുന്നതായി കണ്ട ഒരു രംഗം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമാം മുസ്ലിമാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഈ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന അത്ഭുതം എന്താ വെച്ചാൽ, അമലുകളുടെ കാലം കഴിഞ്ഞു, ഖബറിലാണ്, ബർസഖിലാണ്, അവിടെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കരിക്കുക. നമ്മൾ ഇസ്രാ മെഹറാജ് പഠിക്കുമ്പോൾ പഠിക്കുന്നത് പ്രവാചകൻ എന്തിനു പോയി? നമസ്കാരം വാങ്ങിക്കാൻ പോയി എന്നാണ് പറയുന്നത്. നമസ്കാരം വാങ്ങിക്കാൻ പോയി എന്നാണ് നമ്മൾ പറയുന്നത്. ആ നമസ്കാരത്തെ നെഞ്ചിലേറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ നമസ്കാരം അദാനുകൾ കേൾക്കുമ്പോൾ തിരക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടെ വന്ന് നമസ്കരിക്കാൻ കഴിയുന്നുണ്ടോ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അത് പ്രതിഫലം കിട്ടാനുള്ള നമസ്കാരമല്ല, നമസ്കാരത്തിന്റെ ആസ്വാദനം അത്രമേലായതുകൊണ്ട് മൂസാ നബി അവിടെ പോലും നമസ്കരിക്കാനുള്ള അനുമതി ചോദിച്ചു എന്നാണ്. ഈ ദുനിയാവിൽ പോലും നമസ്കാരം നമുക്ക് ഭാരമാണ്. നാളെ ആഖിറത്തിൽ നമ്മൾ ചോദിക്കാനേ പോകാത്തൊരു സാധനമായിരിക്കും നമസ്കാരം. പക്ഷേ അതുപോലും ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിഅ്റാജ് നടത്തി സ്വലാത്ത് കൊടുത്ത് തിരിച്ചു വന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്രാ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ വായിക്കുകയും ഒട്ടേറെ പാഠങ്ങൾ വായിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട വലിയൊരു പുസ്തകമാണ്. അള്ളാഹു അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റജബ് മാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ പല പവിത്രതകളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പവിത്രമായ മാസമാണ്, അതിൽ സംശയമൊന്നുമില്ല. അതിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല നല്ല അമലുകൾ ചെയ്യുക, നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കുക, ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് റജബ് അടുക്കുമ്പോൾ ഒരു നോമ്പിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. റജബ് 27 മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞൊരു പുതിയ നോമ്പിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കണം. ഏതെങ്കിലും അമല് ചെയ്തിട്ട് അങ്ങ് സ്വർഗത്തിൽ പോകാനൊന്നും കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അമലാണോ അത് ചെയ്യാം. പ്രവാചകൻ പറഞ്ഞു തരേണ്ട അമലുകൾ ആളുകൾ തോന്നുന്നത് അങ്ങ് ചെയ്യല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരിടത്തും സ്ഥിരപ്പെടാത്തത് ആകെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അതുപോലെയുള്ള കിതാബുകളിൽ ഇമാം ഗസാലി ഉദ്ധരിച്ച ഹദീസുകൾ, അത് തന്നെ പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്, അങ്ങേയറ്റം തള്ളിക്കളയേണ്ട ഹദീസാണ്. ബലപ്പെടുത്താൻ ഹദീസ് ഇല്ലാത്തത് പണ്ഡിതന്മാരെല്ലാം ഷാഫി മദ്ഹബിൽ തന്നെ നമ്മൾ നോക്കിയാൽ സാധൂകരിക്കാൻ കഴിയുന്ന കാര്യമായ ഇബാറത്തുകളും ഉദ്ധരണികൾ പോലും ലഭിക്കാത്ത ഒരു നോമ്പ്. പ്രിയമുള്ളവരെ, നമുക്ക് അധ്വാനിക്കണം. എങ്ങനെ? അള്ളാഹു പറഞ്ഞ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അമലുകൾ എടുത്തുകൊണ്ട്. അങ്ങനെയുള്ള അമലുകളില്ലേ നമുക്കൊരു പ്രതിഫലവും ഇല്ല എന്ന് മാത്രമല്ല, ദീനിൽ പുതിയ അമലുകൾ വെച്ച് കിട്ടിയതിന് ഒരു പക്ഷേ അള്ളാഹു നമ്മളോട് എന്താണ് പെരുമാറുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ അമലുകളും ഒന്ന് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, രണ്ടാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് അമലുകളും ചെയ്യാം. ഇസ്രാഇനെ കുറിച്ച് റജബിലാണ് എന്ന് സ്ഥിരപ്പെട്ട ഒരു വാർത്ത പോലുമില്ല. പക്ഷെ നമുക്ക് പഠിക്കാനുണ്ട് ഇസ്രാ. ഇസ്രായിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ളത് പാഠങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആനും ഹദീസും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഓരോന്നും ജീവിതത്തിൽ അങ്ങനെ തന്നെ പകർത്താനുള്ള തൗഫീഖ് നൽകി നമ്മുടെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നമ്മിൽ നിന്നും
മായ്ച്ചു തരുമാറാകട്ടെ. കൂടുതൽ നന്മ ചെയ്യാൻ ഇഖ്ലാസോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് അനുസൃതമായി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കുന്നതിനോടൊപ്പം ജീവിതത്തിൽ അമലായി കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും രോഗം അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ പരലോക ജീവിതം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ മക്കളിൽ എല്ലാവിധ ഖൈർ ബറക്കാത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ.